സംസ്ഥാന സർക്കാരും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് നടപ്പാക്കിയ ഈ ഓട്ടോ പദ്ധതി തുടക്കത്തിലെ പാളിയെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അജൈവ മാലിന്യ ശേഖരണത്തിനായി നിർമ്മിച്ച ഈ ഓട്ടോകൾ വെറുതെ കിടന്ന് നശിക്കുന്നു. പരിശീലനം ലഭിച്ച ഡ്രൈവർമാരില്ലാത്തതും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലവുമാണ് പദ്ധതി വൈകാൻ കാരണമെന്നാണ് കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ വിശദീകരണം. പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ അന്നു മുതൽ ഇവ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. മാസങ്ങളായി നിർത്തിയിട്ടതോടെ ടയറുകൾ വിണ്ടുകീറി തുടങ്ങി. ഉപയോഗമില്ലാത്തതിനാൽ ബാറ്ററികളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാഗോർ ഹാളിന്റെ ഷെഡിൽ നിരനിരയായി കിടപ്പുണ്ട്. ഉദ്ഘാടന ദിവസം പുറത്തിറക്കിയ 30 എണ്ണവും പിന്നീടെത്തിയ 5 എണ്ണവും ഉൾപ്പെടെ 35 ഈ ഓട്ടോകൾ. കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് കോർപ്പറേഷൻ നൽകിയതാണ് ഇവ. ജനുവരി 12-നാണ് ഓട്ടോകൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത്. നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 വാർഡുകളിലേക്ക് ഓട്ടോ നൽകുന്നതിന്റെ ആദ്യഘട്ടം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഓട്ടോകൾ ഓടിക്കാൻ പരിശീലനം ലഭിച്ച ഡ്രൈവർമാരില്ല, ചാർജ് ചെയ്യാൻ സംവിധാനമില്ല എന്നിങ്ങനെയാണ് വാഹനങ്ങൾ നിരത്തിൽ ഇറക്കുന്നത് വൈകാൻ കാരണമെന്ന് കോർപ്പറേഷൻ വിശദീകരിക്കുന്നു. എന്നാൽ കെടുകാര്യസ്ഥതയാണ് പദ്ധതി നടത്തിപ്പ് അവതാളത്തിലാക്കിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. റിബൺ പോലും കട്ട് ചെയ്യാതെ ഇന്നും ഇപ്പോൾ ടാഗോർ സെന്റിനറി ഹാളിൽ കിടക്കുകയാണ്. ഇതിനു മുമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ കഫേ, ഈ ടോയ്ലറ്റ്. ഇതൊക്കെ ലാസ്റ്റ് സ്ക്രാപ്പ് വാല്യൂവിന് 50,000 രൂപയ്ക്കാണ് ഈ ടോയ്ലറ്റ് ലാസ്റ്റ് സ്ക്രാപ്പ് വാല്യൂവിന് വിറ്റത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ മറ്റൊരു പദ്ധതി, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു പദ്ധതി ഇവിടെ വ്യഥാവിലാവുന്നത് വളരെ ഖേദത്തോടു കൂടി കാണും. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കാതെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണം ഇനിയെങ്കിലും ഇതിലൊരു അമാന്തം ഇല്ലാതെ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായാണ് പോളിടെക്നിക് വിദ്യാർത്ഥികൾ ഈ ഓട്ടോകൾ കോർപ്പറേഷന് നിർമ്മിച്ചു നൽകിയത്. പദ്ധതികൾ തുടങ്ങാനുള്ള ആവേശം പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ കോർപ്പറേഷൻ കാണിക്കുന്നില്ല. 40 വിദ്യാർത്ഥികൾ രാപ്പകൽ ഭേദമില്ലാതെ നിശ്ചിത സമയം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഓട്ടോകൾ. മാലിന്യ സംസ്കരണത്തിന് മുതൽക്കോട്ടാകേണ്ട ഓട്ടോകളാണ് ഇങ്ങനെ കിടന്ന് നശിക്കുന്നത്. ഇവ ഇനിയും നിരത്തിലിറക്കിയില്ലെങ്കിൽ നാശത്തിന്റെ തോത് വർദ്ധിക്കും. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെ തുടങ്ങിയതുകൊണ്ടാണ് ഈ ഓട്ടോ പദ്ധതി എവിടെയും എത്താതെ പോയത് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. ഞങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ തേടി. പല ബുദ്ധിമുട്ടുകൾ വരും, പല സുഖ രോഗങ്ങൾക്ക് പിടിപെടും. അവർക്ക് അതൊക്കെ വൃത്തിയാക്കിയാലും വല്ല വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും. ഇതാണ് എല്ലാം പുറത്തിറക്കിയില്ല, വല്ല ബുദ്ധിമുട്ടിലൊക്കെ നീങ്ങണപ്പോൾ വല്ല വിഷമത്തിലേക്കാണ് നീങ്ങണം. മഴക്കാലൊക്കെ അടുത്തെത്തിയില്ലേ, ഗവൺമെൻറ് ശ്രദ്ധിക്കണം നല്ല കാര്യങ്ങൾ. അതെടുത്ത് മാറ്റുന്നില്ല, എപ്പോഴെങ്കിലും മാറ്റും, പിന്നെ അവിടെ ഉണ്ടാവും. അതിന്ന് ഒലിക്കൂലേ, മഴ ചെയ്ത് അതിന്ന് ഒലിക്കും, രോഗം വരും, ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് കോർപ്പറേഷനാണ് ചിന്തിക്കേണ്ടത്. വൃത്തിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വൃത്തിയാക്കണം, അത്ര മാത്രമേ പറയാനുള്ളൂ. ആര് വന്നാലും, ഏത് കോർപ്പറേഷൻ്റെ ഏത് ആൾക്കാർ വന്നാലും ഒന്ന് വൃത്തിയായി കാണണം, അത്രേ പറയാനുള്ളൂ. മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പലതരം രോഗങ്ങളൊക്കെ വരില്ലേ, അപ്പോൾ അതില്ലാതിരിക്കുകയാണെങ്കിൽ ഒന്ന് നല്ലോണം വൃത്തിയാക്കണം, വേറെ ഒന്നുമില്ല. മാലിന്യമുക്ത കേരളം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല. ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അത് ഒരു ഭാഗത്ത് എത്തിയിട്ടില്ല. അപ്പോൾ അത് ഈ മഴക്കാലത്തിൻ്റെ മുന്നേ ഇതെല്ലാം നീക്കപ്പെടേണ്ടതാണ്. അപ്പം മനസ്സിന് സുരക്ഷിത ഉണ്ടാവുള്ളൂ. എല്ലാം പല രോഗങ്ങളും ഇപ്പോഴേ വന്നുകൊണ്ടൊക്കെ ഇനി കൂടുതലുണ്ടാവും. അപ്പോൾ അതില്ലാതെക്കാൻ കോർപ്പറേഷനും മറ്റു ആൾക്കാരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, എന്തായാലും ഈ കാര്യത്തിൽ സത്വരമായ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.